ചിലവർ പറയും കാളിയെ പിടിച്ച് വെജിറ്റേറിയൻ ആക്കുന്നത് നല്ലതാണോ, ചിലവർ പറയും സാത്വികമായിട്ട് ക്രിയകൾ കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജ്ഞാനപാദത്തെയാണോ, ചര്യാപാദത്തെയാണോ, ക്രിയാപാദത്തെയാണോ, അതേപോലെ തന്നെ യോഗപാദത്തെയാണോ, ഏതൊക്കെയാണ് ഇതിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നത്, ഏതൊക്കെയാണ് മാറ്റങ്ങൾ കാലദേശങ്ങൾക്കനുസരിച്ച് മാറാതെ നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് കാളിയെ ഏത് സമ്പ്രദായത്തിൽ ആചരിച്ചാലും, സമയാചാരത്തിലായിക്കോട്ടെ, മിശ്രാചാരത്തിലായിക്കോട്ടെ, കൗളാചാരത്തിലായിക്കോട്ടെ, ഏത് സമ്പ്രദായത്തിൽ ആചരിച്ചാലും ചിലപ്പം ഒരേ ധ്യാന ശ്ലോകവും ഒരേ മൂലമന്ത്രവും ഒരേ ന്യാസക്രമങ്ങളും ഒരേ ക്രിയാപദ്ധതികളും ആയിരിക്കും. പക്ഷെ ആചരണ രീതി വ്യത്യാസം വരുന്നേ ഉള്ളൂ. ഈ ആചരണ രീതി വ്യത്യാസം വന്നതുകൊണ്ട് മാത്രം ദേവി പ്രസാദിക്കാതിരിക്കുമോ? പൂർവാചാരങ്ങളെ നിലനിർത്തണം എന്ന് പറയുമ്പം ആചരണ രീതി വ്യത്യാസം വന്നാൽ മാത്രം ദേവി പ്രസാദിക്കാതിരിക്കുമോ? നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന രീതികളൊക്കെ നമ്മുടെ ഒരു ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണെങ്കിൽ, പണ്ട് കുതിരയിലും പല്ലക്കിലുമൊക്കെ പോയിരുന്ന് നമ്മൾ കാലദേശങ്ങൾ മാറിയപ്പം ആചാരാനുഷ്ഠാന രീതികളിൽ മാറ്റം വരുത്തിയില്ലേ? നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നമ്മുടെ രീതികളിൽ കാലദേശങ്ങൾക്കനുസരിച്ച് അതിനോട് ചേർന്ന് പോകാൻ നോക്കുന്നില്ലേ? അല്ലേ? കാലദേശങ്ങൾക്കനുസരിച്ച് ചേർന്ന് പോകുക എന്നുള്ളത് തന്നെയല്ലേ ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഉപാസനാപന്ഥാവിൽ എന്തൊക്കെ മാറ്റം വരുത്താം, എന്തൊക്കെ മാറ്റം വരുത്താതിരിക്കാം എന്നുള്ളത് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ടതാണ്. എന്തായാലും അതിൻ്റെ ജ്ഞാനപാദം മാറ്റാൻ പറ്റത്തില്ല. ആത്യന്തികമായ തത്വം ഏത് ഉപാസനയിലൂടെ പോയാലും ആത്യന്തികമായ തത്വം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നുള്ളത് മാറ്റാൻ പറ്റത്തില്ല. യോഗ തത്വങ്ങളും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ ക്രിയാതത്വങ്ങളും ചര്യാതത്വങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിനനുസരിച്ച് ആ രീതിക്കനുസരിച്ച് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മാറിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ബലം പിടിക്കേണ്ടത്? ഓരോ സാധകന്മാരും അവരുടെ സമ്പ്രദായം അനുസരിച്ച് ഏത് ചര്യ വേണമെങ്കിലും ആചരിക്കാം, അതവരുടെ സ്വാതന്ത്ര്യമാണ്. ഏത് ആചാരാനുഷ്ഠാനങ്ങളെയും ആചരിക്കാം, അതവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതാണോ മുഖ്യം? ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ, ഉപാസ്യ ദേവതയുടെ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ഉപാസനയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിന് ഈ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമാണോ? ഉദാഹരണത്തിന് ഗുരുതി തത്വാവബോധകം സ്മൃതം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തത്വബോധത്തിൽ ഊന്നാതെ അതിനെ തപസ്സിലൂടെയുള്ള ആചാരാനുഷ്ഠാനമല്ലാതെ, ഇനിയിപ്പം കുങ്കുമം കലക്കി തർപ്പിച്ചാലും വെള്ളം കലക്കി തർപ്പിച്ചാലും മഞ്ഞൾ കലക്കി തർപ്പിച്ചാലും കരി കലക്കി തർപ്പിച്ചാലും കോഴിയെ വെട്ടി കുരുതി കഴിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്താ പറയുക, ഇന്നത്തെ ന്യൂജൻ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തപസ് മുഖ്യം ബിഗിലേ, തപസ്സാണ് പ്രധാനം. അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല. തപസ്വിയായ ഒരാളുടെ അർപ്പണബോധവും സമർപ്പണവുമാണ് ശീലയെ ശങ്കരനാക്കി മാറ്റുന്നത്. അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്നാണ്. അർച്ചകൻ്റെ പ്രഭാവമാണ് ശിലയെ ശങ്കരനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം അർച്ചകൻ്റെ ക്വാളിറ്റിയാണ് മെയിൻ, അത് കഴിഞ്ഞിട്ടാണ് ആരാധന. ക്വാളിറ്റി ഇല്ലാത്ത ഒരാൾക്ക്, സമന്മാർക്കെ ദേവം ഭൂത്വാ ദേവമേജൽ, ദേവനായിരുന്നുകൊണ്ട് വേണം ദേവനെ പൂജിക്കാൻ എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. തന്ത്രശാസ്ത്ര നിയമം അങ്ങനെയാണ്. ദേവനായിരുന്നുകൊണ്ട് വേണം ശിവം ഭൂത്വാ ശിവനായിരുന്നുകൊണ്ട് വേണം ശിവനെ പൂജിക്കാൻ. ശിവനെ കുറഞ്ഞൊന്നും ശിവനെ പൂജിക്കാൻ പറ്റില്ല. ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് വടംവലി നടത്തുകയും തമ്മിത്തല്ലുകയും ചെയ്യുന്നതിലും എത്രയോ നല്ലത് അത് ചെയ്തോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം, അതൊരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ അതിന് എത്രയോ നല്ലതാണ് തപസ് കൂട്ടുക എന്നുള്ളത്. തപസ്വികളായിട്ടുള്ള മനുഷ്യരാണ് ഗെയിം ചേഞ്ചേഴ്സ്. അത് ഏത് മേഖലയിലും, തന്ത്രശാസ്ത്രം എന്നല്ലല്ലോ, ഏത് മേഖലയിലും തപസ്സാണ്. തപസ്വാധ്യായ നിരതനായിട്ട് ജീവിക്കുന്ന ഒരാൾക്കാണ് കോൺട്രിബ്യൂട്ടർ ആവാൻ പറ്റും, ഗെയിം ചേഞ്ചേഴ്സ് ആവാൻ പറ്റും. അവരാണ് ശരിക്കും തപസ്വികളല്ലേ ഉപാസകർ എന്ന് പറയുന്നത്.